വീശിയടിച്ച കൊടുങ്കാറ്റോ പിളർന്നു വീണ മരമോ മിന്നൽ പിണറുകളോ അല്ല ഈ കഥയിൽ നമ്മെ ഭയപ്പെടുത്തുന്നു. കൊടുങ്കാറ്റിൻ്റെ സിൽക്കാരങ്ങളെക്കാൾ ഉറക്കെ മുഴങ്ങിക്കേട്ട സാത്താൻ്റെ 9 കൽപ്പനകളാണ്. ഇതൊരു ഡയലോഗല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. കറുത്തച്ഛൻ, ഒരു മലയാളം ഹൊറർ മിസ്റ്ററി ത്രില്ലർ. പേരിലെ വ്യത്യസ്തത തന്നെയാണ് ഈ പുസ്തകം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ ഫ്രാൻസിസ് സിട്ടിക്കോര എന്ന പേരുമായി ബന്ധപ്പെട്ട ഒരു കൗതുകവും ഉണ്ടായിരുന്നു. പക്ഷേ വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലായി, ഇത് പൂർണ്ണമായും വ്യത്യസ്തമായൊരു ലോകമാണ്. ഒരു ആത്മഹത്യയിലൂടെയാണ് നോവൽ തുടങ്ങുന്നത്. ഐറിനി എന്ന യുവതിയുടെ മരണം അവളുടെ സുഹൃത്ത് ഷഫീഖിനെ അത് പൂർണ്ണമായും തകർക്കുന്നു. അവൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന ഒരൊറ്റ ചോദ്യം, അതിന് ഉത്തരം തേടിയുള്ള ഒരു അന്വേഷണമാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്തോറും വിചിത്ര സംഭവങ്ങൾ, അമാനുഷിക അനുഭവങ്ങൾ, മനുഷ്യജീവൻ പോലും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ. നോഷി, ഭാവേഷ്, സൈമൺ, പല കഥാപാത്രങ്ങൾ ഈ യാത്രയിൽ ചേരുമ്പോൾ കഥ കൂടുതൽ സങ്കീർണവും ഇരുണ്ടതുമാണ്. അവസാനം എല്ലാവരുടെയും ശ്രദ്ധ ഒരിടത്തേക്ക് ചുരുങ്ങും, കാടിനുള്ളിൽ മറഞ്ഞു കിടക്കുന്ന കറുത്തച്ഛൻ വേണം. ഇവിടെ എത്തുമ്പോൾ ഇത് വെറും അന്വേഷണമല്ല, ഇത് ജീവൻ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമായി മാറുന്നു. നോവലിലുടനീളം ഒരിടത്തും ബോറടിയും, ഒരു സിനിമ കാണുന്ന പോലെ ഒറ്റയിരിപ്പിൽ വായിച്ചു തരും. ഹൊറർ ഭാഗങ്ങൾ ഓവറല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ ഭയം ജനിപ്പിക്കുന്നു. അവസാന പേജിലെത്തുമ്പോൾ എല്ലാം തീർന്നു എന്ന് കരുതുന്ന നിമിഷം ഒരു ട്വിസ്റ്റ്. ശുഭപര്യവസാനം എന്ന് ആശ്വസിക്കാൻ തയ്യാറെടുത്ത വായനക്കാരൻ എന്ന് തലയിൽ കൈവച്ചു. കറുത്തച്ഛൻ ഹരിനാഥിൻ്റെ ആദ്യ നോവൽ എന്ന നിലയിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കമാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെതായ കുമരൻ എന്ന ഹൊറർ കഥാസമാഹാരവും ഇപ്പോൾ വായനക്കാർക്കിടയിൽ ശ്രദ്ധ നേടുന്നു. നോവലായാലും ചെറുകഥകളായാലും ഹൊറർ മിസ്റ്ററി ഇഷ്ടമുള്ളവർക്ക് ഈ 2 പുസ്തകങ്ങളും തീർച്ചയായും വായിച്ചിരിക്കേണ്ടവ തന്നെയാണ്. കൂടുതൽ ശക്തമായ ഹൊറർ കഥകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.